മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് നാളത്തെ ആഖിറത്തിലേക്കുള്ള കിട്ടേണ്ട വഴികൾ തിരഞ്ഞെടുക്കാന്ന് വെച്ചാൽ മക്ക മദീന എന്നുള്ളൊരു സന്ദർശനമാണ്. അത് വലിയൊരു അനുഗ്രഹമല്ലേ ഈ നമുക്ക് തോന്നുമ്പോൾ ഉംറ ചെയ്യാൻ പറ്റുക. തീർച്ചയായിട്ടും 13 പേര് ഈ ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരുമിച്ച് താമസിച്ച് ജ്യേഷ്ഠനനിയനെ, മക്കളെ, മരുമക്കളെ. ഹായ്, വെൽക്കം ബാക്ക് ടു ദർശന ടി വി സഫലമി യാത്ര. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദിലാണ്. ഇവിടുത്തെ പ്രശസ്തമായ സൽമാൻ സ്റ്റേഷനറീസ് എന്ന സ്ഥാപനം, അതിൻ്റെ സാരഥി സെയ്ദ് കുട്ടിക്കയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും സെയ്ദ് കുട്ടിക്ക. ദർശന ടി വിയുടെ സഫലമി യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. സെയ്ദ് കുട്ടിക്ക, എത്ര വർഷമായി സൗദിയിലെത്തിയിട്ട്? ഞാൻ ഏതാണ്ട് 88-89 കാലഘട്ടങ്ങളിൽ. 88-89. എങ്ങനെയായിരുന്നു തുടക്കം? എൻ്റെ ജ്യേഷ്ഠന്മാരാണ് ഫസ്റ്റിലെ നമുക്കുള്ള വഴികാട്ടികൾ. അവരാണ് ആദ്യമേ ഇവിടെ നേരത്തെ സൗദിയിലുണ്ടായിരുന്നു. അവരാണ് മുതലായിട്ട് ഇവിടെ സൗദിയിൽ വന്നതും. അവർ മുഖേനയാണ് നമ്മൾ സൗദിയിൽ വന്നതും. ആദ്യമേ നമ്മൾ ഇവിടെ ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങി പോവുകയും ജോലി ചെയ്തു. കുറേ വർഷം ജോലി ചെയ്തു. ഒരു 10-15 കൊല്ലത്തോളം ജോലി ചെയ്തു. ഏത് ഫീൽഡിലായിരുന്നു? എല്ലാ ഫീൽഡിലും ഉണ്ടായിരുന്നു. ഇത് സ്കൂൾ ഐറ്റംസിൽ, മറ്റെല്ലാ ഫീൽഡുകളിലും അറിയപ്പെട്ട ഒരേ ഫീൽഡുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും പിന്നെ ജ്യേഷ്ഠന്മാർ സ്ഥാപനങ്ങൾ ഇട്ടു. ജ്യേഷ്ഠന്മാരുമായിട്ട് പാർട്ട്ണർഷിപ്പിലായി. അങ്ങനെ ജ്യേഷ്ഠന്മാർ മുഖേനയാണ് ഈ സ്ഥാപനങ്ങളാവുന്നതും. അവർ ഒഴിഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ഥാപനങ്ങളെ ഏറ്റെടുത്ത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനിയുള്ള പിന്നിലോട്ടുള്ള നമ്മുടെ മക്കൾ ഏറ്റെടുത്ത് അവരെ കൊണ്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള ഇതിലാണ് നമ്മുടെ മക്കൾ. ഇപ്പം നമ്മുടെ ഈ സൽമാൻ സ്റ്റേഷനറീസ് എന്ന് പറയുന്ന സ്ഥാപനം അത് തുടങ്ങിയിട്ട് എത്ര വർഷം? സൽമാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 12 കൊല്ലത്തിൽ മേളിലായി. 12. മാഷാഅല്ലാ, നന്നായിട്ട് നടന്നു. അത്യാവശ്യം ഇവിടെ കാണുമ്പോൾക്ക് ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് ഇവിടെ. തീർച്ചയായിട്ടും. ആദ്യമേ ഫസ്റ്റിലൊരു സ്ഥാപനമായിട്ട് തുടങ്ങി, ഇപ്പം 3 സ്ഥാപനമായിട്ട് അത് വികസിച്ചു. അതിൽ പിന്നെ ബാക്കി അതിൻ്റെതായിട്ടുള്ള പിന്നിലുള്ള വേറെ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മളിൽ നിന്നുമാണ് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ടൊക്കെ നമ്മുടെ മക്കളും മരുമക്കളും ജ്യേഷ്ഠന്മാർ, അനിയന്, ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിലും അവർ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്ര ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മുടെ ഈ 3 സ്ഥാപനത്തിലും കൂടെ ഏതാണ്ട് 10-20 പേരോളം ജോലി ചെയ്യുന്നുണ്ട്. മാഷാഅല്ലാ, ഒരു 20ഓളം കുടുംബത്തിന് നമുക്ക് അത്താണിയാവാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഈ സൗദി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം, ഇപ്പം ഗൾഫിൽ എല്ലാവരും ഗൾഫ് എന്ന് പറയുമ്പോൾക്ക് നമുക്ക് ഏറ്റവും നല്ല സേഫ്റ്റി ആയിട്ട് തോന്നിയത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ നമ്മുടെ ഒരു ഹോളി ലാൻഡും കൂടിയാണല്ലോ സൗദി. തീർച്ചയായിട്ടും. അതിനവര് നമുക്ക് എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന 1 രൂപയെങ്കിൽ ആ 1 രൂപ നമുക്ക് മുതലായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ബർക്കത്തുണ്ടാവും. ഈ കണ്ട കാലം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ റൂം, സ്ഥാപനം ഇങ്ങനെ ആയിട്ടാണ് പോകാറ്. പുറത്തോട്ട് പ്രത്യേകിച്ച് സഫറൊന്നും പോകാറില്ല. ആകെ പോകുന്നതെന്ന് വെച്ചാൽ മക്കയിൽ പോകുന്നു, ഉംറ ചെയ്യുന്നു, തിരിച്ചു റൂമിലെത്തുന്നു. ഇതാണ് നമ്മുടെ. അത് വലിയൊരു അനുഗ്രഹമല്ലേ ഈ നമുക്ക് തോന്നുമ്പോഴൊക്കെ ഉംറ ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും. അത് തന്നെ വളരെ ഒരു ഹയറാണ് നമുക്ക് ഏറ്റവും. അതുകൊണ്ടാണ് ഈ സൗദിയെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് നാളത്തെ ആഖിറത്തിലേക്കുള്ള കിട്ടേണ്ട വഴികൾ തിരഞ്ഞെടുക്കാന്ന് വെച്ചാൽ മക്ക മദീന എന്നുള്ളൊരു സന്ദർശനമാണ്. ഇപ്പോൾ സെയ്ദ് കുട്ടിക്കാന ജ്യേഷ്ഠന്മാർ ഇങ്ങോട്ട് കൊടുന്നു, ഒരു അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നു. സെയ്ദ് ഇപ്പം അതേ പാതയിലൂടെയാണ് പോകുന്നുള്ളത്. മക്കള്, മരുമക്കള്, പിന്നെ അനിയന്മാര്, ഇവരെല്ലാം കൊടുന്നിട്ട് അവർക്ക് വേണ്ട ഒരു സെറ്റപ്പ് സെയ്ദൊക്കെ ഇപ്പൊ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും. അത് എൻ്റെ ജ്യേഷ്ഠന്മാർ എന്നെ പഠിപ്പിച്ച ആ രീതിയിലാണ്. 3 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. അതിൽ 2 ജ്യേഷ്ഠന്മാരാണ് എന്നെ ഈ ഏറ്റവും കൂടുതൽ ഈ പാതയിലോട്ട് ആക്കി തന്നെ. ഏതായാലും അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി എനിക്കല്ല. 13 പേര് ഈ ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരുമിച്ച് താമസിച്ച് ജ്യേഷ്ഠനനിയനെ, മക്കളെ, മരുമക്കളെ ഇങ്ങനെയായിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ ഇൻഫ്ലുവൻസ് വളരെ ഉണ്ടാവാറുണ്ട്. അത് എത്രത്തോളം ഉണ്ട് സൈദ്? ഏറ്റവും കൂടുതൽ നമ്മുടെ മാതാപിതാക്കളുടെ പാതയാണല്ലോ, മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള ആ പാതയാണല്ലോ പിന്തുടർന്ന് കൊണ്ടുവന്നത്. ഒരാളെ ബഹുമാനിക്കുക, ഒരാളുമായിട്ട് എങ്ങനെ ഇടപഴകുക. ബാക്കി നമ്മുടെ ജ്യേഷ്ഠന്മാർ, മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മുടെ ജ്യേഷ്ഠന്മാരാണല്ലോ. അവർ തെളിച്ചു തരുന്ന പാതയിൽ കൂടെ ആണല്ലോ ബാക്കി അനിയന്മാർ സഞ്ചരിക്കുക. അപ്പം അവർ കാണിച്ചു തന്നിട്ടുള്ള അതേ രീതിയിൽ നമ്മൾ മുന്നോട്ട് ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഫാദറിന്റെ പേര്? മുസ്തഫ റാവുത്തർ. ഉമ്മ മെയ്ദീൻ ബീവി. മരണപ്പെട്ടിട്ട് 10 കൊല്ലത്തിൽ മേലെ. ബ്രദറിന്റെ പേര്? എൻ്റെ ഒരു ബ്രദറിൻ്റെ പേര് അബ്ദുൽ മജീദ്, അടുത്ത ബ്രദറിൻ്റെ പേര് കോയക്കുട്ടി, അതിൻ്റെ നേരെ ഇളയുടെ പേര് ബഷീർ. ഒരു അനുജനുണ്ട് ഷാജി, പുള്ളി ഇപ്പോൾ ഉംറയ്ക്ക് പോയിരിക്കുകയാണ്. പിന്നെ ഒരാളുണ്ട് ബഷീർ, അടുത്ത കൊച്ചാപ്പാടമ്മ. പിന്നെ മക്കൾ. സയ്യിദ് ക, പിന്നെ ഇപ്പം നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിലൊരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും.
ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ടെൻഷൻസ് ഉണ്ടാവും. ഈ സമയത്തൊക്കെ നമ്മുടെ കുടുംബം നമുക്ക് നൽകുന്ന പിന്തുണ ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. എത്രത്തോളം പിന്തുണ സൈദ്ക്കാക്ക്? തീർച്ചയായിട്ടും അവരിൽ നിന്ന് നമ്മൾ ഈ ബിസിനസ് ഡൗൺ ആവുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. ബിസിനസ് അല്ലേ, ഒരു ദിവസം ഡൗൺ ആവുകയാണെങ്കിൽ അടുത്ത ദിവസം അതിനെ റിക്കവർ ചെയ്യും. 2 ദിവസം മാർക്കറ്റ് നല്ല രീതിയിലാണെങ്കിൽ ചിലപ്പോൾ 5 ദിവസം മാർക്കറ്റ് ഡൗൺ ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഇവിടുത്തെ ഈ സാധനങ്ങൾ ഇറക്കി തരുന്ന നമ്മളെ സെയിൽസ്മാന്മാർക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്, ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ ആ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ധാരണയിൽ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും ഉണ്ടാവും. നമുക്ക് ആ രീതിയിൽ നമ്മൾ അവരുമായിട്ട് ചർച്ച ചെയ്ത് അവരും നമുക്ക് പിന്തുണ വരുന്നുണ്ട്. ബിസിനസ് ഇല്ലാത്ത സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് മാർക്കറ്റ് എങ്ങനത്തെ അവസ്ഥയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ മാർക്കറ്റ് വളരെയധികം ഡൗൺ ആയിരിക്കും. അപ്പോഴും നമുക്ക് അതിലൊക്കെ തരണം ചെയ്ത് പോകാനുള്ള ഒരു സപ്പോർട്ടും എല്ലാ രീതിയിൽ നിന്നും എല്ലായിടത്തു നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറം ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വിശ്വാസ്യതയല്ലേ? അതെ. അത് എത്രത്തോളം നമുക്ക് ആർജിക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ മാർക്കറ്റിൽ? നമുക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും ഒരു ഘട്ടത്തിലും നമുക്ക് ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് അതിൽ നിന്നും ബെനിഫിറ്റ് കിട്ടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കൊണ്ട് മാത്രമാണ്. അപ്പം നമ്മൾ ഇതേ അവസ്ഥയിൽ നാട്ടിൽ പോയിട്ട് എൻ്റെ ജ്യേഷ്ഠന്മാരും കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ബാക്കിലോട്ട് പോയിട്ടേ ഉള്ളൂ, നഷ്ടങ്ങളുണ്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നും ഞങ്ങൾ വീണ്ടും വന്ന് തിരഞ്ഞെടുത്ത ഇങ്ങോട്ട് തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് അതിൻ്റേതായ നമുക്ക് മുടക്കുന്നതിനുള്ള ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആവശ്യമായിട്ട് വേറെ രീതിയിൽ പോകാത്തതുകൊണ്ട് അത്രയും ബെനിഫിറ്റ് നമുക്ക്. ഞാനത് ചോദിക്കാനിരുന്നതായിരുന്നു, നമുക്ക് നാട്ടിലും ഇവിടെയും തമ്മിൽ ബിസിനസ്സിൽ എന്ത് വ്യത്യാസമാണ്? നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു സ്ഥാപനം ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയക്കാർ, മറ്റ് പ്രശ്നങ്ങൾ, തൊഴിലാളി പ്രശ്നങ്ങൾ, യൂണിയൻ പ്രശ്നങ്ങൾ, ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കാത്തൊരവസ്ഥയിലാണ് ഇന്നൊരു പ്രവാസി നാട്ടിൽ പോയി ഒരു സ്ഥാപനം ഇട്ട് കഴിഞ്ഞാൽ. അതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ടാകും. അതിലപേക്ഷിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഗൾഫ് കൺട്രിയാണ്. അപ്പം നമുക്ക് സുഖമായിട്ടുള്ള ജീവിതങ്ങൾ, ബുദ്ധിമുട്ടില്ല, പ്രശ്നങ്ങളില്ല, സമരമില്ല, മറ്റുള്ളവരെ ഇടപെടില്ല, യൂണിയൻകാർ ഇടപെടാറില്ല, സമരങ്ങളില്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലിക്കൊരു ആത്മാർത്ഥത ഉണ്ടാവും. ആ കിട്ടുന്ന ശമ്പളം എടുക്കുന്നവർക്കൊരു ആത്മാർത്ഥത ഉണ്ടാവും. അങ്ങനെ സന്തോഷം നിറഞ്ഞൊരു ജീവിതമാണ് സൗദിയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കിട്ടുന്നത്. കൊല്ലം പുനലൂർ, അതായത് പ്രസിദ്ധിയാർച്ച പുനലൂർ തൂക്കുപാലത്തിൻ്റെ അടുത്താണ്. ഇപ്പം ഏകദേശം 3ഓളം സ്ഥാപനങ്ങളായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. എന്താണ് സൈദ്ക്ക മുമ്പോട്ടുള്ള പുതിയ പദ്ധതികൾ എന്തെങ്കിലും? പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജീവിതകാലം കുറച്ചും കൂടെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുക, അത് മക്കളിൽ സുരക്ഷിതമാക്കുക. അവരതിന് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയിട്ട് എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ ആ രീതിയിൽ അവരതിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്ന് മക്കളെ വിശ്വസിച്ച് അവരെ കയ്യിൽ ഏൽപ്പിക്കാനാണ് സൈദ്ക്കയുടെ തീരുമാനം. തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ മക്കൾ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള തീർച്ചയായിട്ടും ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാഷാ അല്ലാഹ് ഇന്ന് നല്ല സക്സസ് ആയി നിൽക്കുന്ന ഈ അവസരത്തിൽ എന്താണ് ഈ നമ്മുടെ സക്സസ് മന്ത്രം? അത് മേലിരിക്കുന്ന അള്ളാഹ് മാത്രമുള്ള ഒരു വിശ്വാസമാണ് നമുക്ക്. പ്രത്യേകിച്ച് വേറെ അതിനകത്തൊന്നും പറയാനില്ല. നമ്മൾ ചെയ്യുന്നു, ആ പ്രവൃത്തിക്ക് കൂലി കിട്ടുന്നു. നമ്മളിപ്പം അള്ളാഹ് തരും എന്ന് വിചാരിച്ച് റൂമിലിരുന്ന് കൈ നീട്ടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും കിട്ടുന്നില്ല. നമ്മൾ ആത്മാർത്ഥത കാണിക്കുമ്പോൾ മേളിൽ നിന്നുള്ള അതിൻ്റെതായ നന്മകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒപ്പം സയ്യിദ് നേരത്തെ പറഞ്ഞ പോലെ ആ മൂല്യം നമ്മൾ മുറുകെ പിടിക്കുക. തീർച്ചയായിട്ടും അല്ല, അതാണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മക്കൾക്ക് ഫ്രീഡം കൊടുക്കുക, മക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കുക, അവർക്ക് നല്ല സ്നേഹം കൊടുക്കുക. അവരെ നല്ല സ്നേഹം കൊടുത്തൊരു നല്ലൊരു രീതിയിൽ വാർത്തെടുക്കുമ്പോൾ അവർ മാതാപിതാക്കൾ ആ രീതിയിൽ മക്കളും തിരിച്ച് ചെയ്യണം. അത് തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലാന്നല്ല. എൻ്റെ കുടുംബത്തിലെല്ലാം ഇത് തന്നെ. എൻ്റെ ജ്യേഷ്ഠന്മാർ ഞങ്ങൾ 5 പേരും, പിന്നെ എൻ്റെ കൊച്ചാപ്പാടെ മക്കൾ, എല്ലാവരും ഇത് തന്നെ. ഇന്ന് നമ്മൾക്ക് ആ സ്നേഹം മക്കളിൽ നിന്നായാലും മരുമക്കൾ, ഞങ്ങളുടെ മക്കൾ, ജ്യേഷ്ഠന്മാരുടെ മക്കളും എല്ലാവരും കെട്ടിക്കൊണ്ട് വന്ന മരുമക്കളായാലും എല്ലാവരും ആ രീതിയിൽ തന്നെ, എല്ലാവരും ഒരേ കുടുംബത്തിൽ ഒത്തൊരുമിച്ച്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് രീതിയിൽ തന്നെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളതിനെ അവരുടെ ചട്ടങ്ങളെ നമ്മളൊന്നും മറികടക്കാറില്ല. അവരുടെ നിയമപരമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കടയ്ക്ക് ആവശ്യം എന്ന് വെച്ചാൽ ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും നമുക്ക് ഒന്നുമില്ല. ഇവിടെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അവർ നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നിയമാനുസരണം മാത്രം ചെയ്ത് കൊണ്ടുപോകാന്നുണ്ടെങ്കിലേ ഉള്ളൂ പ്രശ്നങ്ങൾ, അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല.
ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ തിരക്ക് പിടിച്ച ബിസിനസ് ലൈഫിനിടയിലും ദർശന ടി വിക്കും നമ്മുടെ ഈ സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിനും സമയം അനുവദിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് വീണ്ടും കാണും വരെ ഇൻഷാ അല്ലാഹ്.